ജനിച്ചൊരു വർഷം കഴിഞ്ഞിട്ടാണ് മക്കളെ കാണുന്നത്. ഏതായാലും വേറെ കാര്യം, ഉപ്പ ഫുള്ള് മുട്ടി കെട്ടി സുന്ദര കുട്ടപ്പനായിക്കണു. ഞാൻ ഇപ്പൊ ആകെ വടക്കാണ്. ഒരു എന്തൊക്കെയോ സ്വഭാവം. ഒരു ചെറുതാറങ്ങാൻ ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചു പോയി. എന്നാലും നിങ്ങളെ മൂന്ന് മക്കളതില് വടക്ക് ജനാണ്, മറ്റവരൊക്കെ നല്ലതാണ്. ഇമ്മ വെറും ഡൈപ്പായിക്കണു. പോ ഞാൻ 2-3 വീഡിയോയില് നമ്മൾ ഇൻട്രോ പറയാൻ പറഞ്ഞു. ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഞാൻ 2-3 വീഡിയോയില് ഉരുളക്കിഴങ്ങ് ബജി അടിപൊളിയാണെന്ന് പറഞ്ഞു. അതിന് ശേഷം ഇവിടുത്തെ ഇപ്പൊ ഏകദേശം 4-5 റൗണ്ടാണ് ഉരുളക്കിഴങ്ങ് ബജി. ഓല പറഞ്ഞ കാര്യമില്ല, 30 നോമ്പിനും 30 ഇങ്ങനെ വിധങ്ങൾ ഉണ്ടാക്കണ്ടേ. ഒരു മാവ് മതി മുട്ടക്കും മുട്ട ബജിക്കും ഉരുളക്കിഴങ്ങ് ബജിക്കും കൂടിയും മിക്കവാറും ഈ ചട്ടിമത്ത ആവി അടിച്ചുകൊണ്ട് പോകുന്നത് തീരുമാനമാവുന്നുണ്ടോ പറയാ. എങ്ങനെയുണ്ട് ചെറിയ മോള്? ആകെ ഒരു മോൾ തന്നെ ഉള്ളൂല്ലേ. മോള് പോയ നോമ്പ് എങ്ങനെ? സങ്കടത്തിലാണ്. ശീലായിരുന്നു. അതെ, മോള് വന്നുകാണ്ട് പോകുമ്പോ ഇത് ചട്ടി ചൂടറുണ്ടോ? തീ കുറക്കും. ഷർഫുല്ലേക്ക് ഒന്നും അറിയില്ല. ഓക്കെ, ശരിയല്ലേ? പിന്നെ നോക്കാൻ പണി ഉണ്ടായിരുന്നോ? അതൊരു ചോദ്യം. ഓക്കെ, നല്ലൊരു ചോദ്യം. നിങ്ങളെ 3 മക്കളതില് ഇപ്പൊ അവരുടെ ചോദ്യം വെച്ചിട്ട് വലിയ കാര്യം. കാരണം ഇപ്പൊ നമ്മളെ ഏകദേശം എത്ര വയസ്സാ നമ്മള് കാണുള്ളു? 1.5 വയസ്സ് നമ്മള് കാണുള്ളൂ. ജനിച്ച പാടങ്ങൾ കണ്ടിട്ടില്ല ആരാണ് ഏറ്റവും ആദ്യം കണ്ടിട്ടുണ്ടോ? ഐ മീൻ വയസ്സില്, പ്രായത്തില്? അങ്ങനല്ല, ചെറിയ കുട്ടിയിലെ ഏറ്റവും കാക്കാനെ. എത്ര പ്രായം? അപ്പോ മുന്നേറി കാണാന് 1.5 വയസ്സായിട്ടുണ്ടാവും. 1.5 ആയിട്ടുണ്ടാവും. ജനിച്ചൊരു വർഷം കഴിഞ്ഞിട്ടാണ് മക്കളെ കാണുന്നത്. അന്നത്തെ ദുബായ്. ഏതായാലും വേറെ കാര്യം, ഉപ്പ ഫുള്ള് മുട്ടി കെട്ടി സുന്ദര കുട്ടപ്പനായിക്കണു. ഞാൻ അങ്ങനെ കാൽമങ്ങാക്കും. എനിക്കങ്ങനെ സ്വഭാവം ഉണ്ട്. പല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ വടക്കാണ്. ഒരു എന്തൊക്കെയോ സ്വഭാവം ഉണ്ട്. ഒരു ചെറുതാറങ്ങാൻ ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചു പോയി. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. എന്നാലും നിങ്ങളെ 3 മക്കളതില് അതിന് ഉത്തരം ഇല്ലല്ലേ? 3 മക്കളതില് വടക്ക് ജനാണ്, മറ്റവരൊക്കെ നല്ലതാണ്. എന്താ വെച്ചാല് എവിടേക്കെങ്കിലും പോകുമ്പോ അങ്ങനെ പ്രശ്നം എന്താ അറിയോ? എനിക്ക് അധികം പണ്ടൊന്നും മുട്ട ബജിയാണ് മാറിക്ക പൊട്ടിത്തെറിച്ചാൽ കണ്ണും മൂറൊക്കെ പോകും. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് പണ്ട് ഇങ്ങനെ ഓരോ കല്യാണം സൽക്കാരം അങ്ങോട്ട് കുടുംബക്കാരെ പേരിക്ക് പോവാ, എനിക്കത് പോകണത് വലിയ താല്പര്യമില്ല. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇല്ല അറിയും. അപ്പൊ അമ്മ എന്താ അറിയും? ഞാൻ കോടേജ് ഇവിടെ നിന്നോ അറിയും. അതാണ്, അതൊരു അതാണ് പണ്ട് മുതലേയുള്ള സ്വഭാവം. അതായത് അതുവരെ ഞാൻ ഇല്ല പറയും. അപ്പൊ ഇവരൊക്കെ മാറ്റി പോകുമ്പോ ഞാൻ വിചാരിച്ചും എന്താ ഞാൻ ഒറ്റക്കാവൂല എന്നുള്ള സാധനം. എനിക്ക് എത്ര വയസ്സാ? എനിക്ക് 21 വയസ്സ് വരെ ഉണ്ടാവും. എന്റെ 1 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ്. അങ്ങനത്തെ 1 വയസ്സല്ല, 4 വയസ്സ് മുതലൊക്കെ ഉണ്ട്. മറ്റേ 3 വയസ്സ് വരെയൊക്കെ നമ്മള് പറയണത് കേൾക്കുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധി വെച്ചല്ലോ. പൊട്ടിത്തെറിച്ചു ഇവിടെ നിൽക്കാൻ അതാ പേടി. അതാണ് ഇവര് പോരുന്ന വരെ മുഖം കുറച്ച് ഗ്ലാമർ കൊടുക്കും. ഗ്ലാമർ ഉള്ള ഗ്ലാമറാണ് പോയി കിട്ടും. സോ ഗൈസ്, ഉപ്പാന്റെ കോഴിക്കോടിന്റെ പെയിന്റിങ് പണി കഴിഞ്ഞിരിക്കണു. നല്ല കുറെ സ്വഭാവങ്ങളല്ലേ? എനിക്ക് ചിലതൊക്കെ ഓർമ്മയുണ്ട്, ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല. സത്യം എനിക്ക് നഴ്സറിക്ക് പോകുമ്പോ ഒരു കളി. സത്യം ഞാൻ എങ്ങനെ ട്രൗസർ ഇടും അതേമാതിരി ട്രൗസർ സംഗതി പറഞ്ഞാ. എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമില്ലേനു, തീരെ താല്പര്യമില്ലേനു. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ ഓട്ടോറിക്ഷയില് പോവാം. ഞാൻ എന്റെ മുഖത്തൊരു കടി അടിച്ചിട്ട് അടിച്ചപ്പോ എല്ലാരും കാണൂല. കൊണ്ടോണ വണ്ടി വന്ന് കാത്തുക്കുക. ഓനാണെങ്കി ഞാനാണെങ്കിൽ എന്താക്കും, നഴ്സറി പോണ സംഗതി ഓട്ടോറിക്ഷയുടെ കാത്തുക്കുണ്ടാവും. എന്നിട്ട് ഞാൻ എന്താക്കും, ഈ പറഞ്ഞ മാതിരി ആദ്യം പോവുണ്ട് അറിയും. എന്നിട്ട് ആദ്യം ഞാൻ പോലട്ടോ രാവിലെ തന്നെ പോവില്ല. അപ്പം മാരെന്താ ആയിക്കോട്ടെ പോകണ്ട നമ്മളെ സോപ്പിടും. എന്നിട്ട് എന്താക്കും, എന്നിട്ട് ഓട്ടോറിക്ഷ വരുമ്പോ ഉമ്മ മാറ്റി തരും. എന്നിട്ട് ഓട്ടോറിക്ഷ നിങ്ങൾ പീ അടിക്കും. എന്നിട്ട് എനിക്ക് കയറടിച്ചാണ് ഞാൻ എന്ത് ചെയ്തു, സ്റ്റെപ്പിന്റെ മേലക്കണ് കയറി ട്രൗസറിന് കീച്ചു. ഞാൻ എന്റെ ട്രൗസറിന് കീച്ചു കണ്ട് ട്രൗസർ എടുത്തോണ്ട് എറിയില്ല. ഞാന് ട്രൗസർ ഞാൻ ഡ്രസ് ഇടുമ്പോ ഈ പറയും ഞാൻ ഇട്ടോളാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇട്ടേരാറി. പക്ഷെ ഇട്ടോളാറിന്റെ എന്തിനാണ്? അത് ഇങ്ങോട്ട് കഴിച്ചാലാണ്. എന്നിട്ട് ഞാൻ അതേ കുപ്പായം ബട്ടൺ സൈസും ട്രൗസർ കീച്ചിക്കാണ് ഞാൻ എടുത്തോണ്ട് എറിയും. എന്നിട്ട് ഇമ്മ പിന്നിട്ടരും. എന്നിട്ട് ഞാൻ പറയും ഞാൻ പോയിക്കോളാം, ഞാൻ ഇട്ടോളാറിന് കണ്ട് കറക്റ്റ് ഓർമ്മ ഉണ്ട്.
LKG UKG ഒക്കെ പഠിക്കുമ്പോൾ. എന്നിട്ട് അതേമാതിരി ഞാൻ തന്നെ ഇതാക്കും. എന്നിട്ട് അവസാനം ഒരട്ടം കടിച്ചെങ്കിൽ 2 വട്ടം കടിച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് കടിച്ചിട്ടുണ്ടോ? ഉമ്മ എന്നിട്ട് ഉമ്മക്കാണ് ഈറ അടിച്ചിട്ട്. കാരണം ഓട്ടോറിക്ഷക്കാരും ഉമ്മാനങ്ങ് ചെയ്താ എവിടെ അത് ഇത് കാരണം നമ്മളെ കുട്ടികളെ ചീത്ത അറിയില്ലല്ലോ. ഓട്ടോറിക്ഷ ഇങ്ങനെ അടിച്ചും. എന്നിട്ട് ഒരു ദിവസം ഉമ്മ എന്ത് ചെയ്ത് നല്ലൊരു കടിയാണ് കടിച്ച്. കവളത്ത് നല്ലൊരു കടിയാണ് കടിച്ച്. ഞാൻ എന്നിട്ട് എന്നും സ്കൂളിൽ പോകുമ്പോൾ അതേമാതിരി മോങ്ങിക്കാണ്ട് പോവും. അങ്ങനെ ഓരോ സംഗതി. എന്നിട്ട് ഇപ്പൊ എന്താ അവസാനം വയസ്സാം കാലത്ത് ഈ ചെറിയ മോനുള്ളത് ഇവിടെ. അത് ചെറിയ മക്കളല്ലേ, മക്കള് നോക്കുക. അല്ല എന്നാലും ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ നമ്മളെ കടി എന്താണ്? ഇത് മുട്ട ബജിയും ഉരുളക്കിഴങ്ങും. പിന്നെ ഇത് പൊട്ടാൻ സാധ്യത ഉണ്ട്. ഉണ്ടോ? ഇത് നല്ല പിരി ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഉപ്പാൻ്റെ ദൗത്യം കഴിഞ്ഞേക്കണ്. അപ്പോൾ ഇതേ ആന്ന് തുടങ്ങാനല്ലേ കഴിഞ്ഞില്ല? ഇത് ലാസ്റ്റ് പീസല്ലേ? ഇത് മഞ്ഞവത്തക്ക് കഴിഞ്ഞു, അല്ല വെട്ടി കഴിഞ്ഞു. പിന്നെ ജ്യൂസ് ഇവിടെ അടിച്ചു കഴിഞ്ഞു. ലൈറ്റ് ഇപ്പോൾ മാറ്റിയാണ്. ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചുതരാം. എന്താ അറിയോ, ലൈറ്റ് മാറ്റി. ഇതിപ്പോൾ മറ്റേ സെവൻസ് ഫുട്ബോളിന് ഫെഡ് ലൈറ്റ് വെച്ച മാതിരി ഇപ്പൊ ഗ്രൗണ്ടിൽ വെക്കണ. ഇപ്പോൾ അല്ല ലാക്കിൻ്റെ ലൈറ്റ് എടുത്താണ് വെച്ചിരിക്കണ്. അപ്പം ഉമ്മാൻ്റെ പരാതി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റാണ് വെച്ചപ്പോത്തിന് മേലുള്ള സാമഗ്രികളൊക്കെ എല്ലാം കാണുന്നുണ്ടെന്നാണ് പരാതി. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിളിൽ തന്നെ കാണിച്ചു തരാം. വലിയ ലൈറ്റ് വെച്ചിട്ടുണ്ടോ. ഇനി നമ്മളെ അടുക്കളയിൽ ലൈറ്റ് കമ്മിയായി എന്നുള്ള പ്രശ്നം വരില്ല. ഓക്കെ, കൈതച്ചക്ക വിട്ടുണ്ട്. നിങ്ങൾ കൈതച്ചക്ക എത്രയാണ് വാങ്ങിയത്? അത് കിലോ 70. ഒരു കൊട്ടോട്ടോറച്ചിന്നാ? ഓക്കെ. ആ സമയത്ത് ബഡ്ജറ്റിൽ കിലോ 93. ഞാൻ കൊട്ടോട്ടോറച്ചിന്ന് പിന്നെ അത് കണ്ടിരുന്നു, അത് ഞാൻ ചോദിച്ചു. ഓക്കെ, മുട്ടപൊരി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം. കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പൊട്ടിത്തെറിക്കണ പേടിയില്ല. കാരണം ഇത് മുട്ട ബജി തന്നെ. മുട്ട ബജി ഇപ്പോൾ ബോംബ് വെച്ചാൽ മാതിരിയായല്ലോ. ഓക്കെ, കൈ കടിയാണ്, അതാണ് പ്രശ്നം. അതായത് ഇങ്ങനെ ഒറ്റ കയ്യിൽ പിടിച്ചിട്ട് കൈ കടിയുണ്ട്. അവിടെ പിന്നെ എന്തൊക്കെയാ സുഖമല്ല? നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറ്, ജസ്റ്റ് എന്താണ് ഹായ് ഇന്നത്തെ വ്ളോഗ് അടിപൊളി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ കമൻറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. കാരണം വ്യൂവേഴ്സിന് നമുക്ക് പെട്ടെന്ന് കത്തൂല. കമൻറ്റ് ഇട്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും. എന്തിനാണ് ഈ മുട്ട ഇതേമാതിരി തൊലിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണത്? ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കൂ. ചെടിക്കിടാൻ എല്ലാവർക്കും അറിയണതേ കാര്യം, എന്നാലും പറഞ്ഞുതരാം. ചെടിക്ക് മുട്ടത്തോട് നല്ലൊരു വളമയാണ്. അപ്പോൾ ചെടികൾ തളിർത്ത് വളരും. വാങ്ങി തന്ന ചെടിയൊക്കെ ഇവിടെ ഞാൻ വാങ്ങി തന്ന സമയത്ത് കണ്ടിട്ടും കൂടില്ല. പൂടുണ്ടോ? അവിടെ കാണുന്നുണ്ടോ? ഈ ഇതിമുള്ളതാ? ഇതല്ലല്ലോ, ഈ അമ്മിമുള്ളതല്ലല്ലോ. അതൊന്നാ നമ്മൾ മാക്ക് വാങ്ങിക്കൊടുത്തൊരു ചെടിയിലെ ഒരു ചെടിയാണ്. കാണുന്നുണ്ടോ? ചെടി. ഓക്കെ, പിന്നെന്താണ്? ഇനിയിവിടെ മല്ലിച്ചപ്പിടുന്നുണ്ട്. വറക്കണോ? പിന്നെ നമുക്കിങ്ങനെ കോരാം. ഇങ്ങനെയാണ് മുട്ട ബജി കോരുക, മനസ്സിലല്ലേ? ഇങ്ങനെ ആക്കുക, നദിക്കിടുക. എന്നിട്ട് അതിലുള്ള ഇങ്ങനെ പൊരി വേസ്റ്റ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതും വെറുതെ ഇങ്ങനെ ഡെക്കറേഷൻ വേണ്ടിയിട്ട് മേലെ തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. ഇത് വടച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ബജിക്ക് എന്തിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം മല്ലിച്ചപ്പിട്ടു. ഓക്കെ, അയ്യോ this will be a കുഞ്ഞി vlog because back to normal, only we 3 in our house. Okay, ഇനി 14 വ്ളോഗ്. എന്ത് തീയോ? ഞാനാ കൂട്ടി. ശരി, ഓക്കെ. അങ്ങനെ നിങ്ങളുടെ ചോദ്യം, നിങ്ങൾ ഏകദേശം എത്രാമത്തെ പ്രായത്തിൽ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ 7 വയസ്സിൽ നോമ്പെടുക്കാൻ തുടങ്ങി. 7 വയസ്സിൽ? 7 വയസ്സായാൽ നിസ്കരിക്കണം, നോമ്പെടുക്കണം മരച്ച് പഠിച്ചിട്ടില്ല. ഓ, നന്മയുടെ നിറകുടമേ. അതല്ല, വേറെ ചോദ്യം കറക്റ്റായിട്ട് പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഉമ്മമാനെ കാണാതെ പപ്പാനെ കാണാതെ വെള്ളം കുടിച്ചോക്കണോ? ഇപ്പൊ കുടിച്ചോണോ? ഞങ്ങളൊക്കെ പെണ്ണുങ്ങളാണ്, നിങ്ങളെ മാതിരി കള്ളത്തരം കാട്ടൂല. ഏതിന്?
നിങ്ങൾ ചെറുപ്പത്തിൽ നോമ്പ് പറ്റിക്കണ്ട് അഥവാ ആരെങ്കിലും കാണാതെ വെള്ളം കുടിച്ചോണം. പൗതിയാക്കി പൗതി 1 മണി വരെ പൗതി, പിറ്റേ ദിവസം വേറെ പൗതി. അപ്പൊ ഒന്നായി. നിങ്ങൾ ഏകദേശം എത്ര പ്രായം മുതൽ നോമ്പെടുക്കാൻ തുടങ്ങിക്കണ്? ഞാൻ ചെറുപ്പത്തിലേ നമ്മൾ അത് ജനിച്ചപ്പോൾ തന്നെ. ഞാൻ ജനിച്ചനെ റമദാനല്ല. ഞാൻ ജനിച്ചനെ റമദാനിലാവുമ്പോ ഞാൻ നോമ്പോട് കൂടി തമാശക്കാരൻ. അപ്പൊ മറുപടി ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാനോ? ഞാൻ റമദാനിലല്ലോ, ഞാൻ വിഷുവിനാണ്. ഞാൻ വിഷുവിന്റെ തലേന്ന്. എന്നിട്ട് ഉമ്മ എന്താണ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഉമ്മക്ക് പായസം കിട്ടി. ഞമ്മക്ക് പണിയെടുക്കാൻ വന്നതിന് ചേച്ചി ഓടെ നിന്നില്ല, എനിക്ക് അറിയണു ഞാൻ ജനിച്ചെടുക്കല്ലേ. ഒന്നും അറിയില്ല, മണ്ടനാണ്. എല്ലാം ഞാൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? പഠിപ്പിച്ച് ഇത്രയും വലിയ ആളാക്കിയത്. ഈ ഉരുളക്കിഴങ്ങ് ബജ്ജി നിങ്ങൾ എത്ര കാലം ഓടും? വേറെ വേറെ ഒരു 30 വരെ ഓടും. ഉണ്ടാക്കിയത് ബാക്കിയൊന്നും കാണുന്നില്ല. അതില്ല. പിന്നെന്താ, പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ തിന്നു പോകും. ഞാൻ എല്ലാം ഉണ്ടാക്കില്ലടാ, ചട്ടിപ്പത്തിരി, കട്ട്ലേറ്റ്, സമൂസ. പാൽവായ്ക്ക ഒന്നുകൂടെ ഉണ്ടാക്കണം. പാൽവായ്ക്ക 2 പ്രാവശ്യം ഉണ്ടാക്കി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ നിന്നു, പക്ഷെ അഞ്ഞിയൊക്കെ ജ്യൂസ് അടിച്ചില്ലേ? ജ്യൂസ് അടിച്ചതിന് ശേഷം പാല് വയ്ക്കണ്. അല്ലെങ്കിൽ മറ്റേ സാധനം പൊന്തലുണ്ടല്ലേ, ഷമാം ജ്യൂസിൽ പാലോട് കൂടി അടിച്ചു കഴിഞ്ഞാല് ആ പാലിൽ നെയ്യങ്ങ് പൊന്തു. കൈ കടിയുണ്ട്. അപ്പം അതാണ് നോമ്പ് വിശേഷങ്ങൾ. ഹലോ ചുക്ക് ഹലോ. ഓക്കെ, ഞാൻ കുറച്ചുണ്ട്, കൈ നല്ല കടിയുണ്ട്, കുറച്ചുണ്ട്. നോമ്പ് പറഞ്ഞു. നോമ്പൊക്കെ സാധാരണ ഡെയിലി. അപ്പോൾ ഒരു നമ്മൾ പണ്ടൊക്കെ ഇറങ്ങി ദാഹിച്ച് കാത്തുനിന്നേ, ഇപ്പൊ ദാഹല. ഇപ്പൊ പണ്ടത്തെ എഫക്റ്റും ഇല്ല. പെട്ടെന്ന് പണ്ട് ഇങ്ങനെ കാത്തുനിന്നു. ഓക്കെ, ഇനി ഇത് ഉമ്മാൻ്റെ വെറൈറ്റി ഡിഷ് ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. ഇതെന്താ പറയുക, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടൈമിൽ ഇരുന്ന് ഇങ്ങനെ. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്. നല്ല കാണുള്ളൂ അല്ലേ? ഓക്കെ, പപ്പായ ഉണ്ട്. പപ്പായ നമ്മളല്ല, മധുരല്ല. ശരി, ചാമ്പില്ലേ? മധുരല്ലെങ്കിൽ മധുര ചാമ്പൂടെ. കർമ്മത്തീയം അതല്ല. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. അല്ല, അപ്പത്ത് ചമ്മൽ കറി തേങ്ങച്ച. ഓക്കെ, ജ്യൂസ്. ഫുഡ് കഴിക്കട്ടെ. സോ ഗൈസ്, നിസ്കരിച്ച് പിന്നെ ഞാൻ ഒന്ന് കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ വീഴാൻ തോന്നുന്നു. അത്ര തന്നെ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വന്നത്. നാളെ മുതൽ എന്തായാലും വ്ളോഗ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്ലീസ്. എന്തെങ്കിലും ഒരു ഇമോജി കമൻറ്റ് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ജസ്റ്റ് ഫോർ യു ഇൻസ്റ്റ, എനിക്ക് നിൽക്കാൻ വയ്ക്കാത്ത ജസ്റ്റ് ഫോർ യു ഇൻസ്റ്റ പോയി ഫോളോ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.